ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. Queen of Pentacles, Hierophant, Five of Swords, Ace of Pentacles, Ten of Swords, Eight of Swords, Temperance. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് മണി ഹാൻഡിൽ ചെയ്യാൻ അറിയാം, എങ്ങനെയാണ് പൈസ ചിലവാക്കേണ്ടത്. ചിലപ്പം പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് പൈസ ആവശ്യമില്ലാതെ ചിലവാക്കി കളഞ്ഞ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ. അത് മറ്റുള്ളവരുടെ ചിലപ്പോൾ പ്രലോഭനങ്ങൾ നിമിത്തമായിരിക്കും. ഇതിനകത്ത് നിങ്ങളെ ആരോ തോൽപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങളെ തോൽപ്പിച്ചതായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ പൈസ ആയിരിക്കാം നഷ്ടപ്പെടുത്തിയത്. ഇത് ചിലപ്പോൾ ഒരു ഗുരുവിനെ പോലെ നിങ്ങൾ കണ്ട ഒരാളായിരിക്കാം. നിങ്ങളെ ഒരുപാട് നിങ്ങളെ മുന്നോട്ട് നടത്തിയ, നിങ്ങളെ ഗൈഡ് ചെയ്ത ഒരാൾ മൂലം നിങ്ങൾക്ക് പൈസ നഷ്ടം വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ആ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ ഒരു സമയം നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നേ ഇല്ല എന്നാണ് കാണുന്നത്. ഇതിൽ തോറ്റുപോയ സ്ഥലത്ത് നിന്നും നിങ്ങളുടെ എനർജി മാറ്റി നിങ്ങളൊരു ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയിലേക്ക് എത്തിയെന്നാണ്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൽ ആരെങ്കിലും നിങ്ങളെ തോൽപ്പിച്ചതായിരിക്കാം, വിശ്വസിച്ച ആരെങ്കിലും, നിങ്ങളെ ഗൈഡ് ചെയ്ത ആരെങ്കിലും നിങ്ങളെ തോൽപ്പിച്ചു എന്നും വരാം. ഇതിനകത്ത് നിങ്ങളെ ഏറ്റവും വിശ്വസിച്ച് നിങ്ങൾ അവരിൽ നിന്നും ഗൈഡൻസ് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം. അവർ പറയുന്നതായിരിക്കും നിങ്ങൾ മുന്നോട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് അവിടെ നിങ്ങൾക്കൊരു തോൽവി പറ്റി എന്നാണ് കാണുന്നത്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെയും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക. ഈവൻ അത് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഗുരുവായിട്ട് കാണുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരിക്കലും ബ്ലൈൻഡായിട്ട് നമ്മൾ ആരെയും വിശ്വസിക്കേണ്ട. നമ്മൾ നമ്മളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഒരിടത്തുനിന്നും ചീറ്റിംഗ് വരില്ല കേട്ടോ. അതെപ്പോഴും അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആരെയും അവർ പറയുന്നതാണ് പൂർണ്ണമായിട്ടും ശരി. ഇപ്പം നമ്മൾ പലപ്പോഴും പല ഗ്രൂപ്പുകളിലും നമ്മൾ ഗുരുവായിട്ട് കാണുന്ന ആൾക്കാർ നമ്മളെ ഇങ്ങനെ അടിച്ചമർത്താറുണ്ട്. അവർ പറയുന്നത് മാത്രമാണ് ശരി, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചിട്ട് മാത്രം പല കാര്യങ്ങളും ഫോളോ ചെയ്യാൻ നോക്കുക, പ്രവർത്തിക്കാൻ നോക്കുക. ഒരിക്കലും മറ്റ് വ്യക്തികൾക്ക് നമ്മളുടെ ജീവിതത്തിൽ പൂർണ്ണമായും സ്വാധീനം ചെലുത്താൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക. സ്വാധീനം ചെലുത്താൻ പറ്റുമായിരിക്കാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. പിന്നെ നല്ല ഒരു ഗുരു എന്ന് വെച്ചാൽ ഒരിക്കലും അവർ നമ്മളെ ഒന്നിനും കമ്പൽ ചെയ്യിക്കില്ല. നമ്മളുടെ സ്റ്റാൻഡിൽ നിർത്താൻ സഹായിക്കുന്ന ഒരാളാണ് നമ്മളുടെ ഗുരു. നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ ഗുരു. യഥാർത്ഥത്തിലുള്ള ഗുരു അങ്ങനെയാണ്. അല്ലാതെ ഗുരു പറയുന്നത് കേട്ടാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതെന്ന് ചിന്തിക്കാതിരിക്കുക. പലപ്പോഴും പല ആൾക്കാരും നമ്മളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന പല ആൾക്കാരുടെയും അവസ്ഥ എനിക്കറിയാം. ഇപ്പോൾ ഗുരു എന്ന് പറയുന്ന കൺസെപ്റ്റിൽ മാത്രം ജീവിച്ച് അവസാനം
അത് പിന്നീട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഡിപ്രഷനിലായി പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൊന്നും കൊണ്ട് ചെന്നെത്തിക്കാതിരിക്കുക. ഗുരു എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെ വലിയൊരു കൺസെപ്റ്റാണ്. അത് ദൈവത്തിന് തുല്യമാണ്. ഗുരു ഒരിക്കലും, ദൈവം നമ്മളോട് ഒന്നും ചെയ്യരുതെന്ന് പറയാറില്ല. നമ്മളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കാനാണ് ദൈവം പറയുന്നത്. പക്ഷെ അതിൻ്റെ ഗൈഡ് അതിൽ ഗൈഡ് ചെയ്ത് തരും അവർ, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ഗുരു ഗൈഡൻസ് മാത്രമേ തരാറുള്ളൂ, ഒന്നിനും കമ്പൽ ചെയ്യിക്കാറില്ല. ഈ ഒരു സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നാണ് കാണുന്നത്. പൈസ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നഷ്ടപ്പെട്ട സ്ഥലത്തു നിന്നും ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. ഇത് സക്സസ് ആവും. കാരണം ഇത് നിങ്ങളെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജയിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു 10 of Wands-ന്റെ എനർജി ഉണ്ട്. കുറേ ഭാരമുണ്ട് നിങ്ങളുടെ ചുമലിൽ. നിങ്ങളത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളുടെ എനർജിയാണ്. ആരോട് ഹെൽപ്പ് ചോദിക്കാതെ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സഹായിക്കാൻ മറ്റുള്ളവർ സന്നദ്ധരാകാതെ നിങ്ങളുടെ ചുമലിൽ മുഴുവൻ ഭാരവും വെച്ച് തന്ന് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് ടയേർഡായിട്ട് നിങ്ങളത് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് വേറെ മാർഗമില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നിങ്ങൾ സ്വയം എടുത്തൊരു ഭാരമാണ്. ഇത് മറ്റൊരാളും ആദ്യകാലത്ത് നിങ്ങൾ തന്നെ അത് സന്തോഷപൂർവ്വം എടുത്തു. പിന്നെയുള്ള സമയത്ത് ബാക്കിയുള്ളവരെല്ലാ ബർഡനും കൂടെ നിങ്ങളെ തലയിൽ വെച്ച് നിങ്ങളത് ചെയ്യും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഈ ഭാരം എല്ലാം കൂടെ നിങ്ങളെ ചുമലിൽ മറ്റുള്ളവർ വെച്ച് തന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലിമിറ്റൊക്കെ കടന്നുപോയി. ഇനിയും എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ അത്രയും ടയേർഡാണ് എന്നുള്ളതാണ്. അപ്പോൾ റെസ്റ്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങളുടേതല്ലാത്ത കർമ്മഭാരങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം സെൽഫ് ലവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റൂല. കാരണം നിങ്ങൾക്ക് ഇത്രയും ഭാരമുണ്ട്. ഇതെല്ലാം കൂടെ ചുമന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനോ നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യാനോ ഒന്നും പറ്റൂല. അപ്പം നിങ്ങളുടെ ഭാരം മാത്രം ചുമക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. എല്ലാം എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ള ചിന്ത വേണ്ട എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നു. പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നം, ഇതിലൊരു 8 of Swords-ന്റെ എനർജിയാണ്. നിങ്ങൾ ബന്ധനത്തിലാണ്, ചിന്തകളുടെ ബന്ധനത്തിലായിരിക്കാം. ഇതിൽ കൈയും കണ്ണും ഒക്കെ കെട്ടി ബന്ധനത്തിലായിരിക്കുന്ന ഒരാളുടെ എനർജിയാണ്. ഒന്നുകിൽ ഇതൊക്കെ എൻ്റെ ഭാരമാണ്, ഇതൊക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരിത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു കെട്ടിയ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയും ആയിരിക്കാം. കൂടുതൽ ആൾക്കാർക്കും ഇതൊരു നെഗറ്റീവ് തോട്ട്സിൻ്റെ ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിൽ ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ ടെമ്പറൻസിൽ ഇതിലൊരു സിംഹമുണ്ട്. അപ്പം സിംഹത്തിന് അറിയാം സിംഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയാം. നിങ്ങളൊന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ ഭാരമൊക്കെ ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളത് എപ്പോഴും നിങ്ങൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ ഒരാളും നമ്മളെ സഹായിക്കാൻ വരുമെന്ന് ചിന്തിച്ചിരിക്കരുത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണുള്ളത്. നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ മാത്രമാണ്. അതും കൂടെ മനസ്സിലാക്കാം. നമ്മളായിരിക്കണം നമ്മളുടെ ഇൻസ്പിറേഷൻ. അല്ലാതെ മറ്റുള്ളവരെ ഇത് കണ്ടിട്ടല്ല. നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക. നമ്മൾ എങ്ങനെ ഇരിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ ഏത് വീട്ടിൽ ജീവിക്കണം, നമ്മൾ ഏത് വണ്ടി ഓടിക്കണം, അതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുക. നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഐഡിയ ഒക്കെ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടേതായ സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ ഇമോഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. അപ്പം അത് ചിലപ്പം ഒരു അട്ടർ നെഗറ്റീവായി പോവും. നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന ഒരു കൊട്ടാരം ഒറ്റൊരു നിമിഷം കൊണ്ട് ഭൂമെന്ന് പറഞ്ഞ് പൊട്ടിപ്പോവും. ഒരു കാരണവശാലും നമ്മളുടെ ഏറ്റവും നല്ല പ്ലാനിങ്സ് ഒന്നും നമ്മൾ മറ്റൊരാളോടും പറയരുത്, ഷെയർ ചെയ്യരുത്. കാരണം മറ്റാൾക്കാരുടെ ചിന്തകളോ
ഇമോഷനോ ഒന്നും തന്നെ നമുക്ക് അറിഞ്ഞൂടാ. എല്ലാവരും എല്ലാം ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ അത്രയും വലിയ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യണതോ അത്രയും വലിയൊരു പീക്ക് ലെവലിൽ പോകണതോ ഒന്നും ചിലപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർ നമ്മളെ ഒന്ന് തളർത്താൻ ശ്രമിക്കും. അത് അവരുടെ ഒരു വാക്കുകൊണ്ടായിരിക്കും. നമ്മൾ വലിയ സന്തോഷത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അവരുടെ ഒരു വാക്കുകൊണ്ട് പിന്നെ ഒരിക്കലും അത് സംഭവിക്കാൻ പറ്റൂല. നമ്മുടെ മനസ്സ് തന്നെ അത് സ്റ്റക്കായി പോകും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടെന്നാണ് ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം. ഇന്നലെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് കുറേ വരാറുണ്ട് ഡിവൈൻ മെസ്സേജിനെ കുറിച്ച്. ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഒരാൾ ശ്രീജ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ശ്രീജ പറഞ്ഞു, ചേച്ചി ഇതൊന്ന് യൂട്യൂബിൽ പറയണം. ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് യൂട്യൂബിൽ പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ശ്രീജ എന്നാണ് പേര്. അപ്പോൾ എൻ്റെ ഡിവൈൻ മെസ്സേജ് കുറേ കാലം കൊണ്ട് അവർ കാണാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, കുറച്ച് സമയങ്ങളിൽ മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇത് കേട്ട് അവർ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്. ഇപ്പം നല്ല കാമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ളതല്ല, പക്ഷേ എന്ത് പ്രശ്നം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരുടെ മനസ്സ് പാകപ്പെട്ടു എന്നാണ്. മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് സമാധാനമുണ്ടായി, ഒരുപാട് പ്രതീക്ഷകളുണ്ടായി, ജീവിതം നല്ലതാകും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം അവർക്ക് വന്നു എന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പം ഇത് ഓരോരുത്തർക്കും മോട്ടിവേഷനാണ്. ഞാനിത് പറയുന്നത് ഇത് ഇപ്പോഴല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ ഇതൊന്നും തുടങ്ങുന്നതിന് മുന്നേ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരോടും ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, ലളിതാ സഹസ്രനാമം ചൊല്ലണം, വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. നമ്മളുടെ മനസ്സിനെ അത് കാമാക്കും, നമ്മളുടെ കുറേ പാപകർമ്മങ്ങളെ കഴുകിക്കളയും. നമുക്ക് പല നല്ല സാഹചര്യങ്ങളും നമ്മളുടെ മുന്നിൽ തുറന്നു തരും. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻ്റെ കൂടി എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് വിശ്വാസം ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ വിശ്വാസമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പിന്നെ എപ്പോഴോ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡീപ്പായിട്ടുള്ള ഒരു ഇതിലോട്ട് വന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് സ്ട്രോങ് ആയിരിക്കും. നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഒരാൾ കൈ പിടിക്കും എന്നുള്ളൊരു വിശ്വാസം, അത് ദൈവത്തിൻ്റെ കൈ മാത്രമേ നമ്മൾ പിടിക്കാവൂ. നമ്മൾ മനുഷ്യരെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ മനുഷ്യർ പറ്റിക്കും. ജീവിതത്തിൽ നമ്മളെ പറ്റിക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ കേട്ടോ, ദൈവം. അതിന് ആരെന്ന് പറഞ്ഞാലും നമ്മളുടെ കൂടെ നമ്മളെ എത്ര സ്നേഹമുള്ള ആളെന്ന് പറഞ്ഞാലും അവരൊന്നും നമ്മളുടെ പൂർണ്ണമായിട്ട് എല്ലാ കാര്യത്തിനും നമ്മളുടെ കൂടെ നിൽക്കണം എന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരേ ഒരാൾ ദൈവമേ ഉള്ളൂ. പക്ഷേ ആ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമുക്ക് ശിക്ഷ തരും, നമുക്ക് പെയിൻ ഉണ്ടാക്കും, നമ്മളുടെ കർമ്മ റിലീസ് ചെയ്ത് കളയും. പക്ഷെ ഈ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകും, എൻ്റെ ആ ഒരു തെറ്റിനാണ് ഈ ഒരു കാര്യം എനിക്ക് സംഭവിച്ചത്. ഞാൻ വേറൊരാളെ ഇൻസൾട്ട് ചെയ്തെങ്കിൽ ഈ ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്തത് എൻ്റെ ആ കർമ്മഫലമാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ മനസ്സിലാകും. പെട്ടെന്ന് നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് പറ്റിയത്. അപ്പം നമ്മൾ കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ നമ്മൾ ഭയപ്പെടും. വേണ്ട, ദൈവത്തിലുപരി കർമ്മമാണ് ദൈവം എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ നമ്മൾ പ്യുവർ ആവും, നമ്മൾ ക്ലെൻസ് ആകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ പലർക്കും അത് ഫാസ്റ്റ്ലി ഇഷ്ടമായിരുന്നില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷമാണ് ഞാൻ ടാരോ റീഡിങ്ങിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങളുടെ കുറേ ആൾക്കാർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് ദിവസം കുറേയധികം മെസ്സേജ് വരാറുണ്ട്. യൂട്യൂബ് കമൻറ്റ് മാത്രമല്ല, എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇഷ്ടം പോലെ വരാറുണ്ട്. അത് പറയാറില്ല, കാരണം നമ്മൾ റീഡിങ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും പറയാൻ ഞാൻ മറന്നു. അപ്പോൾ ശ്രീജ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ട് ഇതൊന്ന് പറയണം ചേച്ചി, പറയണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് ഓർത്തു വെച്ചു കേട്ടോ. ഇത് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ
ബാഡ് കർമ്മയൊക്കെ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കണം കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ റിലീസാകുന്നത് നമ്മൾ മറ്റൊരാളിന് നമ്മൾ നിമിത്തം ഒരു കാര്യം നല്ലതായിട്ട് വരുമ്പോൾ നമ്മളുടെ കർമ്മ കുറേയൊക്കെ റിലീസാവും. പിന്നെ സന്തോഷമാണ് ഇങ്ങനെ ഓരോരുത്തരും അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നു, അവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഇതൊന്നും എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ ഒന്നും തന്നെയല്ല. ഇത് കുറച്ച് കൂടിപ്പോയി കേട്ടോ, സംസാരിച്ചത് ഞാൻ കുറച്ച് കൂടിപ്പോയി. വേറെ കേൾക്കിടുന്ന ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ചില സമയങ്ങളിൽ സംസാരിക്കണമല്ലോ. അപ്പോൾ ഇതൊന്നും എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ ഒന്നും തന്നെയല്ല. എനിക്ക് ദേവിയായിട്ട് ശരിക്കും ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെൻ്റെ കുടുംബക്ഷേത്രത്തിലെ എൻ്റെ പരദേവതയാണത്. അപ്പോൾ ആ ഒരു കണക്ഷൻ നിമിത്തം എനിക്ക് കിട്ടിയൊരു കാര്യമാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ ഞാനിത് പഠിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്ത് തുടങ്ങിയതല്ല. പിന്നെ ഞാൻ പഠിച്ചു കേട്ടോ. നമ്മൾ പഠിച്ചിട്ട് ചെയ്തതല്ലെങ്കിലും പിന്നീട് ഞാൻ മാക്സിമം പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് വേറെ ആരും ഗൈഡൻസിൽ പഠിച്ചതല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പഠിച്ചതാണ്. അപ്പോൾ ടാരോ റീഡിങ് പഠിപ്പിക്കുമോ എന്ന് പറയുന്ന ആൾക്കാർ എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്, ടാരോ പഠിപ്പിക്കുമെന്ന്. ഇപ്പം എന്തായാലും എനിക്കങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു പ്ലാനില്ല. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഓർഡറിലാക്കണം. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇതൊന്നും ഞാൻ വേറൊരു ഇടത്തുനിന്നോ വേറൊരു ബുക്കിൽ അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൽ നിന്നോ പഠിച്ച കാര്യമല്ലാത്തത് കൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്കത് ഓർഡറിലാക്കണം. അതിന് കുറേയധികം വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു സമയം ആവുമെങ്കിൽ ഞാൻ കുറേ ആൾക്കാരെ പഠിപ്പിക്കാനുള്ള ഞാൻ ഗൈഡ് ചെയ്ത് തരും. ഇങ്ങനെയാണെന്ന് ഗൈഡ് ചെയ്ത് തരും. അത്രയേ ഉള്ളൂ, അത്രേ പറ്റുള്ളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ടാരോ നിങ്ങൾക്ക് സ്വയം പഠിക്കാം. നിങ്ങളാദ്യം നിങ്ങളുടെ ജാതകം എടുത്ത് ഒരു നല്ല അസ്ട്രോളജറെ കാണിക്കുക. നിങ്ങൾക്ക് നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ജന്മമാണോ ഇതെന്ന് നിങ്ങളാദ്യം അത് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. കാരണം നമ്മൾ ജാതകം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഇൻഡ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് കറക്റ്റ് ആവുള്ളൂ. എന്നാലും പൂർണ്ണമായും അത് കറക്റ്റ് ആകുമെന്ന് പറയാൻ അങ്ങനെ വാദിക്കാനോ ഒന്നും പറ്റില്ല, അങ്ങനെ അവകാശം ഇടാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഇമോഷൻ പോലെ ഇരിക്കും റീഡിങ്സ്. നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് റീഡിങ്സ് ഒന്നും തന്നെ കറക്റ്റ് ആവില്ല. അതൊക്കെ പറയാം. പലപ്പോഴും എനിക്ക് ചില ആൾക്കാർ പേഴ്സണൽ റീഡിങ് എടുത്ത് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഞാൻ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ മാറിപ്പോകാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ഞാൻ ഒട്ടും തന്നെ ഇമോഷണലി സ്റ്റേബിൾ അല്ലെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിലോ എന്തെങ്കിലും ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് അത് പെട്ടെന്ന് പോകുമായിരിക്കും. പക്ഷെ ആ സമയത്തൊന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഈ റീഡിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കൃത്യമായിട്ടുള്ളത് കിട്ടൂല കേട്ടോ. കാരണം ഞാനത് എൻ്റെതായ ഒരു സ്റ്റൈൽ കൊണ്ട് ഉണ്ടായിരിക്കാം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നാളെ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നത് ചിലപ്പം ഒരാഴ്ച 5 ദിവസം ഒക്കെ ആയി പോകാറുണ്ട് ചില റീഡിങ്സ്, പ്രത്യേകിച്ച് പാസ്റ്റ് ലൈഫ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അതിൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ തുടങ്ങിയല്ല, ഒരു 10-15 വർഷത്തിന് മുന്നേ തന്നെ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ പാസ്റ്റ് ലൈഫ് എനിക്ക് അറിയണം എന്നൊക്കെ. അപ്പോൾ ഞാൻ സ്നേഹജ്യോതിസ് ഗുരുകുലം എന്ന് പറയുന്നൊരു ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ പാസ്റ്റ് ലൈഫ് കാണുന്ന മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചാനലിൽ ആ ഒരു മെഡിറ്റേഷനിലൂടെ ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3 തവണ ഞാൻ പാസ്റ്റ് ലൈഫ് കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടില്ല, അതും കൂടെ പറയാം. പിന്നെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ സാർ എന്നോട് പറഞ്ഞത് ഇത് മതി, ഇത്രയും മതിയായിരിക്കും ഇപ്പോൾ, ഇനി ട്രൈ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാസ്റ്റ് ലൈഫിലൂടെ അതിനുശേഷമാണ് കേട്ടോ ഞാൻ ടാരോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ പാസ്റ്റ് ലൈഫിൽ കണ്ട കുറച്ച് നിഗൂഢമായ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്ന് അത്രയും കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഞാൻ അന്ന് കണ്ടത്, എന്തായിരുന്നു ഞാനെന്ന്. നമ്മൾ സ്വയം കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ടാരോ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, നിങ്ങൾക്ക് ടെക്സ്റ്റ് വാങ്ങാം, ടെക്സ്റ്റ് വാങ്ങിച്ച് ഗൂഗിൾ ചെയ്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ നോക്കാം. മറ്റത് ഒരു ടൈപ്പായി പോകും, അതും കൂടെ പറയാം. നമ്മൾ എപ്പോഴും ടാരോ പഠിക്കുമ്പോൾ ഒരാളുടെ കീഴിൽ പഠിക്കുമ്പോഴത്തേക്ക്
അവർ തരുന്ന നോട്ട്സ് അനുസരിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇത് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഗൈഡൻസിന് നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് പോയി പഠിക്കുക. പക്ഷേ അതേ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ആയി പോകും. എല്ലാവരും ഒരുപോലെ റീഡ് ചെയ്യും, ഒരേ കാർഡിൻ്റെ മീനിങ് തന്നെ വരും. അപ്പോൾ നമ്മൾ കാണാപ്പാഠം പഠിക്കും പോലെ ആയിപ്പോവും. അങ്ങനെ ചെയ്യാതിരിക്കുക. ടാരോ പഠിക്കുന്ന ആൾക്കാർ, പിന്നെ ടാരോയിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അതുകൂടി പറയാം. നിങ്ങളുടെ ഉപാസനാബലം അതനുസരിച്ചാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വരാതിരിക്കുന്നത്. ഇഷ്ടം പോലെ മറ്റുള്ളവരുടെ കർമ്മ എടുക്കുന്ന ഒരു കാര്യമാണ്, ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ടാരോ. ഇതിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പൈസ മാത്രം ഇത് വെച്ചിട്ട് നിങ്ങൾ ടാരോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കർമ്മ ഒരുപാട് നിങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം, നിങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരാം, പിന്നെ നിങ്ങൾക്ക് ഓവറോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാട്ടോ. പക്ഷെ അതിന് നമുക്ക് നിയോഗത്തിൽ ഇതുണ്ടെങ്കിൽ, ടാരോ എന്ന് പറയുന്നത് ഒരു നിയോഗത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോവും. അതൊക്കെ അതിൽ നമുക്ക് യാത്രകൾ നടത്തുക, ഒരുപാട് അമ്പലങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി നമ്മളുടെ എനർജി റിലീസ് ചെയ്ത് കളയണം. കുറേ കാര്യങ്ങൾ, എനർജി റിലീസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും ടാരോ ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഫലിക്കണം എന്നില്ല. നമ്മൾ ഇപ്പം 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, പക്ഷേ ഒരു 70% എങ്കിലും ആക്യുറേറ്റ് ആയിരിക്കണം നമ്മളുടെ റീഡിങ്സ്. അപ്പോൾ അത് നമ്മൾ ഹെവി എനർജി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വരണമെന്നില്ല. പിന്നെ ഇത് നമ്മളുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതമാണ് നമ്മൾ നോക്കി പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ അത് നമ്മൾ പറയുന്നത് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കർമ്മ ഭയങ്കരമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും. കാരണം അത്രമേൽ വിശ്വസിച്ചിട്ടാണ് എല്ലാവരും ടാരോ റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇമോഷനൊക്കെ വെച്ചിട്ട് നമ്മളങ്ങ് റീഡ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്ക് അവരോട് വിശ്വസ്തത ഇല്ലെങ്കിലും ഈ വിളിക്കുന്ന വ്യക്തിക്ക് ഭയങ്കര വിശ്വാസമാകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ടല്ല പ്രഡിക്ഷൻ നടത്തുന്നതെങ്കിൽ അതിൻ്റെ കർമ്മ നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു ലൂപ്പിലേക്ക് നമ്മൾ തന്നെ പോകും. അപ്പോൾ ഇത് ടാരോ ചെയ്യേണ്ടെന്നല്ല, പക്ഷെ അത്രയും നല്ല പ്രാക്ടീസസ് ചെയ്യണം. ടാരോയിലല്ല, പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ടാരോ ചെയ്യാം. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ കൂടിപ്പോയി. കുറേ ആൾക്കാർ ദിവസവും ചോദിക്കുന്ന കാര്യമാണ്, അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് ശ്രീജ പറഞ്ഞ ആ ഒരു മെസ്സേജിൻ്റെ ഇത് പറയാണ് കേട്ടോ. അപ്പം എനിക്ക് സന്തോഷമാണ് അങ്ങനെ കേൾക്കാൻ. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ, ഒരുപാട് ആൾക്കാർ ദിവസം കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കേൾക്കായിരുന്നു അല്ലേ, താല്പര്യമില്ലാത്തവർക്ക്. ഇനി നമുക്ക് വീണ്ടും ഇന്നത്തെ ഒരു 2 കാർഡ് കൂടി എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഫിഷ് സന്തോഷമാണ്, ബി. അപ്പോൾ ഇന്നത്തെ ഇത് ഫ്രോഗാണ്, ഇത് ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഇതിൽ ഫിഷും ബിയും. അപ്പോൾ ഇതിൽ ബി എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു കൂട്ടം പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് തേനീച്ച കിട്ടുന്നത്, ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലതും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് ഈ ഒരു 10 of Wands പറഞ്ഞിട്ടുള്ളത്. അപ്പം എപ്പോഴും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഭാരങ്ങളൊന്നും എടുക്കാൻ അത്ര നല്ലതല്ല. പിന്നെ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ നിങ്ങളുടെ തന്നെ എനർജി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വേറെ കുറേ ആൾക്കാരുണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് അവരുടെ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇതിൽ ഫിഷ് ആണ്. ഫിഷിൽ മൂൺ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഇതിൽ വെൽത്തിൻ്റെ കാർഡാണ് കേട്ടോ, ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് അക്വേറിയത്തിലൊക്കെ മീൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളിലേക്ക് ഒരുപാട് പൈസ വരുന്നു, ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും വരുന്നു. പിന്നെ അത് ഇത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് സഹായം വരുന്നതും ആകാം. നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം വരുന്നു എന്നാണ് ഫ്രോഗ് പറയുന്നത്. ഒരു പരിവർത്തനമാണ്, നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ ഒരു സമയമാണ്.
ഈ മാറ്റമാണ് ഫ്രോഗ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വരേണ്ടുന്നൊരു സമയമാണ്. മണി ഫ്ലോ ഉണ്ടാകുന്നു. ഹാർഡ് വർക്ക് കുറച്ചൊന്ന് കുറയ്ക്കണം, കാരണം മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.